എല്ലാവർക്കും നമസ്കാരം. സ്പർശിന്റെ എല്ലാ പ്രേക്ഷകരെയും ഈ പുതിയ ഒരു തീർത്ഥയാത്ര എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവംബർ 12, 2025 മണ്ണാർശാലയിലെ ആയില്യ മഹോത്സവം ലോകത്തെമ്പാടുമുള്ള സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അവിടെയും എല്ലാ ചിട്ടയോടും ഭക്തിയോടും കൂടി നാഗരാജാവിന് നൂറും പാലും അർച്ചനകളും കളമെഴുത്ത് നാവൂറ് ഇങ്ങനെ യഥാശക്തി ആഘോഷിക്കപ്പെടുന്നു. ഇന്ന് മുംബൈയിൽ ആദ്യമായി കളമെഴുത്തും നാഗരാജാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള നാവൂറും മുംബൈയിൽ നിന്ന് അങ്ങ് 68 കിലോമീറ്റർ ദൂരെ ബദലാപൂർ എന്ന സിറ്റിയിലെ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ വളരെ ഗംഭീരമായി ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ആഘോഷിക്കുകയും വളരെ വിജയകരമായി നടത്തപ്പെടുകയും ചെയ്തു. ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത് എല്ലാ ഒരുക്കുമാനങ്ങളും ചെയ്ത ശ്രീമാൻ അഭിലാഷ് രാജൻ എന്ന ഭക്തൻ്റെ നിരന്തര പരിശ്രമവും അതുപോലെ ക്ഷേത്രത്തിലെ മറ്റു കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് വിങ്ങിലെ കുട്ടികളുടെ അശ്രാന്ത പരിശ്രമം ഈ നാഗപൂജ വളരെയധികം പ്രശംസയ്ക്ക് പാത്രമാകുന്ന ഒരു പ്രത്യേക വിഷയമാണ്. അതുപോലെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തിരുവുള്ളക്കാവ് ശ്രീ ഭദ്രാ കളമെഴുത്ത് പാട്ട് ഗ്രൂപ്പിൻ്റെ ശ്രീ വിഷ്ണു മുരളീധരൻ, അതുപോലെ ശ്രീമതി ഷീബ മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ ഒരു സഹായി, ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ ഒരു കെട്ടുനാഗക്കളത്തിൻ്റെ, അത് കെട്ടുനാഗക്കളം എന്ന് പറഞ്ഞാൽ 2 സർപ്പങ്ങൾ പിണഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഒരു രൂപപ്രതിഷ്ഠയാണ് കെട്ടുനാഗക്കളം. ഇത് അപൂർവമായിട്ടാണ് പല സ്ഥലത്ത് നടത്തുന്നത്. ആദ്യമായി ഇത് മുംബൈയിൽ നടക്കുന്നു. വളരെ നന്നായി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാഗ ആരാധനയുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യങ്ങൾ: പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ വീണ്ടെടുത്ത കേരള ഭൂമി ഉപ്പുവെള്ളം കാരണം വാസയോഗ്യമായിരുന്നില്ല. ഇതിന് പരിഹാരമായി പരശുരാമൻ നാഗരാജാവായ അനന്തനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി. അനന്തൻ തൻ്റെ വിഷം മണ്ണിൽ തുപ്പി മണ്ണിൻ്റെ ലവണാംശം മാറ്റി ഫലഭൂയിഷ്ടമാക്കി. അതിനുശേഷം നാഗദൈവങ്ങളെ ഈ ഭൂമിയുടെ സംരക്ഷകരായി ആരാധിച്ചു പോരുന്നു. മിക്ക തറവാടുകളിലും സർപ്പക്കാവുകൾ ഇതിൻ്റെ ഭാഗമായുണ്ട്. നാഗരാജാവിൻ്റെ ജന്മനാളാണ് ആയില്യം നക്ഷത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ എല്ലാ മലയാള മാസത്തിലെയും ആയില്യം നാളിൽ നാഗക്ഷേത്രങ്ങളിലും കാവുകളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്നു. കന്നി തുലാം മാസത്തിലെ ആയില്യം പൂജകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള പ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ തുലാം മാസത്തിൽ ആയില്യത്തിനാണ് പ്രാധാന്യം. അതുപോലെ സന്താനഭാഗ്യത്തിനും മാറാവ്യാധികൾ മാറുന്നതിനും സർപ്പദോഷങ്ങൾ അകറ്റുന്നതിനും ആയില്യ പൂജയും നൂറും പാലും പോലുള്ള വഴിപാടുകളും ഉത്തമമാണെന്ന് വിശ്വാസമുണ്ട്. മണ്ണാറശാല ക്ഷേത്രത്തിലെ ഉരുളികമിഴ്ത്തൽ എന്ന വഴിപാട് സന്താനഭാഗ്യത്തിനായി ദമ്പതികൾ നടത്തുന്ന പ്രധാന ചടങ്ങാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും മനസ്സമാധാനമുള്ള ജീവിതത്തിനും സന്താനഭാഗ്യത്തിനും സന്താന ദുരിതമോചനത്തിനും നാഗാരാധന പോലെ ഫലപ്രദമായ മറ്റൊരു ഉപാസന സമ്പ്രദായമില്ല. രോഗശാന്തിക്ക്, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ മാറാനും മാനസിക പ്രയാസങ്ങൾ തീരുന്നതിനും വിദ്യാതടസ്സം, വിവാഹതടസ്സം, ഉദ്യോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എന്നിവ ഒഴിയുന്നതിനും സന്താനഭാഗ്യം ഇല്ലായ്മ, കുടുംബകലഹം, സാമ്പത്തിക ക്ലേശം എന്നിവ പരിഹരിക്കുന്നതിനും ശത്രുദോഷ ശാന്തിക്കുമെല്ലാം ക്ഷേത്രങ്ങളിൽ നടത്താവുന്ന ഉത്തമമായ കർമ്മമാണ് ആയില്യ പൂജ. അതുപോലെ ജാതകത്തിലെ രാഹു ദോഷശാന്തിക്കും ആയില്യ പൂജ വളരെയേറെ നല്ലതാണ്. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എല്ലാം നാഗശാപത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രദർശനം നടത്തി ആയില്യ പൂജ നടത്തുന്നത് ദോഷപരിഹാരത്തിന് നല്ലതാണ്. നൂറും പാലുമാണ് സർപ്പദേവതകൾക്കുള്ള ഒരു പ്രധാന വഴിപാട്. സർപ്പങ്ങൾക്ക് സമർപ്പിക്കുന്ന വിശിഷ്ട പൂജ്യമാണിത്. ആയില്യ ദിവസം സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നതിന് നാഗരൂട്ട് എന്നാണ് പേര്. സർപ്പകൂട്ട്, ആയില്യമൂട്ട് എന്നും പറയും. കളം വരച്ച് നാഗപ്രതിഷ്ഠ കഴുകിത്തുടച്ച് ശുദ്ധമാക്കി പുണ്യാഗശുദ്ധി നടത്തി എണ്ണ, പാൽ, കരിക്ക് എന്നിവ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്ത് കമുകിൻ പൂക്കുല, മഞ്ഞൾപ്പൊടി,
മാല ഇവ കൊണ്ട് അലങ്കരിച്ചാണ് നൂറും പാലും തർപ്പിക്കുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാൽ, കരിക്ക്, കദളിപ്പഴം ഇവ ചേർത്താണ് നൂറും പാലും ഉണ്ടാക്കുന്നത്. എല്ലാ മാസവും ആയില്യം നാളിൽ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലും നേദിക്കും. ആയില്യം നാളിൽ നാഗസന്നിധികളിൽ അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും നിവേദിക്കാൻ പാലും പഴവും കരിക്കും കൊടുക്കുന്നതും നൂറും പാലും വഴിപാട് നടത്തുന്നതും നാഗശാപങ്ങൾ അകറ്റും. ഇതിൻ്റെ ഒപ്പം പഞ്ചാക്ഷര മന്ത്രം, അഷ്ടനാഗമന്ത്രങ്ങൾ എന്നിവ ജപിക്കുകയും വേണം. ഇവിടെ പറയുന്ന 8 മന്ത്രങ്ങൾ 12 തവണ വീതം ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലണം. ഓം അനന്തായ നമ, ഓം വാസുകയേ നമ, ഓം തക്ഷകായ നമ, ഓം കാർക്കോടകായ നമ, ഓം ഗുളികായ നമ, ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ. ശിവാഭരണം ഘോരരൂപം പഞ്ചേന്ദ്രിയതാരകം. ശിവാഭരണം ഘോരരൂപം പഞ്ചേന്ദ്രിയതാരകം. നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ടം നാഗനാഗം ആശ്രയേകം. നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ടം നാഗനാഗം ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. ദോഷഹരണം കീർത്തികരണം വിത്തകൽമഷനാശകം. ദോഷഹരണം കീർത്തികരണം വിത്തകൽമഷനാശകം. അർദ്ധദേഹമംഗളം നാഗനാഗം ആശ്രയേകം. അർദ്ധദേഹമംഗളം നാഗനാഗം ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. സർവരോഗനിവാരകം കുടുംബഭാഗ്യദായകം. സർവരോഗനിവാരകം കുടുംബഭാഗ്യദായകം. ഗർഭസൂതിരക്ഷകം നാഗനാഗം ആശ്രയേകം. ഗർഭസൂതിരക്ഷകം നാഗനാഗം ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. നാഗനാഗം 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 ആശ്രയേകം. സ്വർഗമർത്യം ത്രൈലോക്യവാസിനം. പാതാളം സ്വർഗമർത്യം ത്രൈലോക്യവാസിനം. ക്ഷേത്രപാലഭുജംഗേശം നാഗനാഗം ആശ്രയേകം.
ക്ഷേത്രപാലഭുജംഗേശം നാഗനാഗം ആശ്രയേകം നാഗനാഗം 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 ആശ്രയേകം വെള്ളിയാമ്പഴക്കിടത്ത് തിരിയൊന്നിട്ട് നിറച്ചനെയ്യും പകർന്ന് ശീലയൊന്ന് ചീന്തി ദീപത്തെ കൊളുത്തി വെച്ച് ചെപ്പൊന്നും പടയ്ക്കാ വെറ്റിലകച്ച് വെച്ച് ശങ്ക പോയി തുടങ്ങി ശങ്കരാശരണമെന്ന് പഠിച്ചതേ വിളങ്ങുന്നു പന്തൽ കളിക്കുന്നു നാഗരാജ നാഗയക്ഷി വന്ന് വിളയാടണം സരസ്വതി ആയേ എന്നോടെ കുരുനാഥ അടിവാദം തൊഴുതേ എന്നെ കുരുവീന്റെ പാദത്തെ വണങ്ങേ ആയേ എപ്പോഴും എന്നോട് ഗുരുനാഥ എപ്പോഴും എന്നോട് ഗുരുനാഥ തകരേ ആയേ കുമ്പി കുങ്കവാൻ വെച്ചാ വിളക്ക് ഗണപതി ഭഗവാനേ തകതകരേ ആയേ ഗണപതിക്ക് അരിയാട മടലേങ്ങയാപ്പുമേ അപ്പുമ അടക വേച്ച് ഗണപതിയെ തൊഴുതേ തകരേ ആയേ ഗണപതിക്ക് സരസ്വതിക്ക് വന്ദനം വന്ദനുമാ ഗണപതിക്ക് സരസ്വതിക്ക് വന്ദനം വന്ദനുമാ തക തകരേ ആയേ ഗണപതിയെ വന്നിച്ച് നാഗങ്ങളെ തൊഴുതേ ഗണപതിയെ വന്നിച്ച് നാഗങ്ങളെ തൊഴുതേ
ആയെ ഇന്നിവിടെ കിട്ടിയിട്ടുള്ള നാഗേ രാജാവ് ഇന്നിവിടെ കിട്ടിയിട്ടുള്ള നാഗേ രാജാവ് നാഗരേ ആയ നാഗരാജനായി പരമശിവനും ഇവിടെ നാഗരാജനായി പരമശിവനും ഇവിടെ നാഗരേ ആയ നാഗ യക്ഷിയായി ശ്രീ പാർവതി ഇവിടെ നാഗ യക്ഷിയായി ശ്രീ പാർവതി ഇവിടെ നാഗരേ ആയ നാഗേര ജാവിന്റെ തിരുമനവ് തിരുമനവ് തേങ്ങിയിട്ട് ആടാനാ വരിക നാഗരേ ആയ നാഗേര ജാഗേന സ്തുതേ ദൈവമേ